ഓടിച്ചെന്ന് മുട്ടുപൊട്ടി താഴെ വീണിട്ട് ചോര ഒലിച്ചപ്പോഴുണ്ടല്ലോ, ഓടി വന്നത് ബോയ് ഫ്രണ്ട് അല്ല മക്കളെ, ഗേൾ ഫ്രണ്ട് അല്ല, സ്വന്തം അപ്പനും അമ്മയാന്ന് ഓർക്കണം. ആമേൻ. ആ ചോര തുടച്ചതും വെള്ളം വായിൽ ഒഴിച്ചു തന്നതും മാതാപിതാക്കളായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറാം, സിലബസ് മാറാം, സ്കൂളുകൾ മാറാം, ക്ലാസ്സുകൾ മാറാം, ടീച്ചേഴ്സിനെ മാറാം, പക്ഷെ അപ്പനെ അമ്മയെ ഒരിക്കലും മാറാൻ പറ്റത്തില്ലല്ലോ. മരിക്കുന്നത് വരെ മാതാപിതാക്കളുടെ കടമകൾ. മെമ്മറി വേഴ്സ് പറയുന്നു വെരി ഗുഡ്. വീണ, ഗിറ്റാർ, കിങ്ങിണി, കൊങ്ങിണി എല്ലാം വായിക്കുന്നു, വെരി ഗുഡ്. പിന്നെ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് നിന്റെ കുഞ്ഞ് ഫസ്റ്റ് പ്രൈസ്, വെരി ഗുഡ്. ലോക്കൽ കിട്ടി, ഡിസ്ട്രിക്ട് കിട്ടി, പിന്നെ കുമ്പനാട്ട് ശനിയാഴ്ച 2 മണിക്കത്തെ യോഗത്തിനും കിട്ടി. എല്ലാം നല്ലതാ മക്കളെ, ഒരുപാട് കിട്ടി. പക്ഷെ അവരുടെ ഭാവി നന്നാകണമോ? മാതാപിതാക്കൾ നന്നായി ജീവിത മാതൃക കാണി ആരാധിക്കുന്ന കൂസ്റ്റൺ IP സഭയിൽ ഇപ്പോഴും അവരുണ്ട്. നാഗപ്പൂർ വെച്ച് എന്നെ അറിയാം. ആ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ എനിക്കധികം പേരൊന്നും പരിചയമില്ല. അന്ന് 83 ആ വീട്ടിലെ സഹോദരിയായ നേഴ്സ് എൻ്റെ വാതിക്ക് വന്ന് മുട്ടി ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും. ഫാസ്റ്റ് ഒരു ഉപകാരം ചെയ്യാമോ? ഞാൻ പറഞ്ഞു എന്നോ വേണം, ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോവാം, അച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, പക്ഷെ വരാൻ ലേറ്റായി, ഞാൻ അവൾക്ക് പോകണം. അതുകൊണ്ട് ഈ അച്ചായൻ വരുന്നത് വരെ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അത് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാം, ഈ പെണ്ണിവിടെ എല്ലാം കിടന്ന് ചാടിയാൽ ഏകാഗ്രത പോകും. അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, പാസ്റ്റ് പ്രാർത്ഥിച്ച് തീരുന്നത് വരെ എൻ്റെ മകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതിശയമായിട്ട് എനിക്ക് തോന്നി. സഹോദരി പോയിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ വാതിലടച്ചു. ഈ കുഞ്ഞിനോട് ഒന്നും ഞാൻ പറയുന്നില്ല. അല്പം അകലെ മുഴങ്കാല് ഞാൻ നിൽക്കുമ്പോൾ എവിടുന്നോ ഒരു ഷീറ്റ് കൊണ്ടുവന്ന് ആ കുഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് മുകളിലോട്ട് നോക്കി ഒരു തലേ തുണിയും കൊണ്ടുവന്ന് ഇട്ടിട്ട് യേശുവേ രക്ഷിക്കണേന്ന് മണിക്കൂർ കണക്കിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ അമ്മ പ്രാർത്ഥിക്കുന്നവളാണ്, തലേ തുണി ഇടുന്നവളാണ്. അമ്മേ, നീ പ്രാർത്ഥിച്ചാലേ സന്തതി പ്രാർത്ഥിക്കത്തുള്ളൂ, അറിയാമോ?